ഉത്കണ്ഠമായ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഒരു നിർണായക വഴിത്തിരിവ് പ്രതീക്ഷിച്ചുകൊണ്ട് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ അന്തിമമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിയിരുന്ന ഈ സുപ്രധാന പ്രഖ്യാപനത്തിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ നടത്തിയ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ഈ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായത്. ഈ സമയക്രമം തന്നെ നിരവധി സംശയങ്ങളും ഊഹാപോഹങ്ങളും വഴിവെച്ചിട്ടുണ്ട്. താൻ പ്രഖ്യാപിക്കുന്ന സമാധാന കരാർ ഗാസയിലെ ബന്ദികളെ തിരികെ കൊണ്ടുവരാനും നിലവിലെ യുദ്ധം അവസാനിപ്പിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് ട്രംപ് സൂചിപ്പിച്ചു. ഞങ്ങൾ ഒരു കരാറിനോട് വളരെ അടുത്താണ്, അത് പൂർത്തിയായതുപോലെ തോന്നുന്നു എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ പുതിയൊരു പ്രതീക്ഷയ്ക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് മുന്നോടിയായി അദ്ദേഹത്തിന്റെ മീഡിയൻ ഈസ്റ്റ് പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫ് UNGAയിൽ വെളിപ്പെടുത്തിയത് ട്രംപും മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരും ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ അറബ് ഇസ്ലാമിക് നേതാക്കളുമായി ഒരു 21 പോയിന്റ് സമാധാന പദ്ധതി ചർച്ച ചെയ്തിരുന്നു എന്നാണ്. മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രധാന ആവശ്യങ്ങൾ ഇവയാണ്: ഗാസയിലെ രക്തച്ചൊരിച്ചിൽ പൂർണ്ണമായി അവസാനിപ്പിക്കുക, ഹമാസിന്റെ കൈവശമുള്ള എല്ലാ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കുക, ഗാസയിൽ ഹമാസ് രഹിതമായ ഒരു പുതിയ ഭരണകൂടം സ്ഥാപിക്കുക, ഘട്ടം ഘട്ടമായി ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക എന്നതാണ്. ഈ പദ്ധതി ഇസ്രായേലിന്റെയും മേഖലയിലെ എല്ലാ അയൽ രാജ്യങ്ങളുടെയും ആശങ്കകളെ അഭിസംബോധന ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു എന്നും വിറ്റ്കോഫ് പറഞ്ഞു. വരും ദിവസങ്ങളിൽ ഒരുതരം മുന്നേറ്റം പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ കരുതുന്നു. എനിക്ക് ആത്മവിശ്വാസമുണ്ട്. എന്നിരുന്നാലും ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് നെതന്യാഹു UNGA പ്രഖ്യാപിച്ചതിനു ശേഷം ഈ സ്ഥിരമായ വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറാകുമോ എന്ന ചോദ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സമാധാന ഉടമ്പടിക്ക് മാത്രമേ അവർ തയ്യാറാവൂ എന്ന് നെതന്യാഹുവിന്റെ പ്രസംഗം വ്യക്തമാക്കുന്നു. ഗാസയുടെ ഭാവിയെക്കുറിച്ച് ട്രംപ് നേരത്തെ സ്വീകരിച്ച പരസ്പര വിരുദ്ധമായ നിലപാടുകൾ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനങ്ങളുടെ ആധികാരികതയെ സംശയിക്കാൻ ഇടയാക്കുന്നുണ്ട്. ഒരു വശത്ത് പലസ്തീനികളെ പുറത്താക്കില്ലെന്ന് പറഞ്ഞ അദ്ദേഹം പിന്നീട് പ്രദേശം ഏറ്റെടുത്ത് സ്വതന്ത്ര മേഖലയാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നിരുന്നാലും നെതന്യാഹുവിന്റെ UN പ്രസംഗത്തിന് തൊട്ടു മുമ്പ് ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നത് അനുവദിക്കില്ലെന്ന് ട്രംപ് കർശനമായി മുന്നറിയിപ്പ് നൽകി. അത് സംഭവിക്കാൻ പോകുന്നില്ല, മതിയായി, ഇപ്പോൾ നിർത്തേണ്ട സമയമായി എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇസ്രായേലിന്റെ തീവ്ര വലതുപക്ഷത്തെ നിരാകരിച്ചുകൊണ്ടുള്ള ഈ പ്രസ്താവന അമേരിക്കൻ നയത്തിലെ മാറ്റത്തിന്റെ സൂചന നൽകിയതായിരുന്നു. എന്നാൽ ട്രംപിന്റെ ഈ മുന്നറിയിപ്പ് നിലനിൽക്കെ തന്നെ വിവാദപരമായ വെസ്റ്റ് ബാങ്ക് സെറ്റിൽമെന്റ് വിപുലീകരണ പദ്ധതിയിൽ ഈ മാസം നെതന്യാഹു ഒപ്പുവെച്ചെന്ന വസ്തുത അമേരിക്കൻ സമ്മർദ്ദങ്ങൾ ഇസ്രായേൽ എത്രത്തോളം അംഗീകരിക്കുന്നു എന്നതിന്റെ ചോദ്യം ചെയ്യുന്നു. ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളും നെതന്യാഹുവിന്റെ അധികാര നിലനിൽപ്പും കണക്കിലെടുക്കുമ്പോൾ ഒരു സമാധാന കരാർ സാധ്യമാക്കാൻ അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ട്രംപിന്റെ പ്രസ്താവനയെ തുടർന്ന് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു സമാധാന കരാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നതും നിർണായകമാണ്. നിലവിൽ ഇസ്രായേൽ, ഹമാസ്, പലസ്തീൻ അതോറിറ്റി, മറ്റു അറബ് രാജ്യങ്ങൾ എന്നിവയുടെ താല്പര്യങ്ങൾ പരസ്പര വിരുദ്ധമാണ്. ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുമ്പോൾ ഹമാസ് അതിന് വഴങ്ങാൻ തയ്യാറാവില്ല. പലസ്തീൻ അതോറിറ്റിക്ക് ഗാസയിൽ പൂർണ്ണ അധികാരം തിരിച്ചു പിടിക്കാനുള്ള കഴിവുണ്ടോ എന്നതും സംശയമാണ്. അമേരിക്കയുടെ ലക്ഷ്യം ബന്ദികളുടെ മോചനവും ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കലുമാണ്. എന്നാൽ ഇസ്രായേലിന്റെ സുരക്ഷാ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന അമേരിക്കൻ നയം പലസ്തീൻ പക്ഷത്ത് എത്രത്തോളം സ്വീകാര്യമാകുമെന്നതും പ്രധാനമാണ്. നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അമേരിക്കൻ സമാധാന ശ്രമങ്ങൾ ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ നടപടികളാൽ ദുർബലപ്പെടുന്നു എന്ന യാഥാർത്ഥ്യമാണ്. നെതന്യാഹുവിന്റെ വെസ്റ്റ് ബാങ്ക് സെറ്റിൽമെന്റ് വിപുലീകരണ നീക്കങ്ങൾ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തി വരുന്നതാണ്. വരും ദിവസങ്ങളിൽ അമേരിക്കയിൽ നടക്കാനിരിക്കുന്ന ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച ഈ സമാധാന ശ്രമങ്ങളുടെ ഭാവി നിർണ്ണയിക്കും. നെതന്യാഹു ട്രംപിന്റെ നിർദ്ദേശങ്ങൾ എത്രത്തോളം അംഗീകരിക്കുമെന്നതും പ്രധാനമാണ്. അമേരിക്കൻ സമ്മർദ്ദം ഇസ്രായേലിന്റെ താല്പര്യങ്ങളെയും നയങ്ങളെയും മറികടക്കുമോ എന്നത് ലോകം ഉറ്റുനോക്കുന്നു. ഈ സങ്കീർണമായ സാഹചര്യത്തിൽ ഒരു സമാധാന കരാർ യാഥാർത്ഥ്യമാക്കുക എന്നത് ട്രംപിന്റെ പ്രഖ്യാപനം പോലെ എളുപ്പമല്ല. എങ്കിലും ഒരു യുദ്ധം അവസാനിപ്പിക്കാനും ജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്താനും ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് ലോകത്തിന് ഒരു പുതിയ പ്രതീക്ഷ നൽകും. ഈ നീക്കം വിജയിക്കുമോ അതോ വെറുമൊരു പ്രഖ്യാപനമായി അവസാനിപ്പിക്കുമോ എന്നതറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും.